ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ആയത്തു തഖീറിൻ്റെ ആയത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ രണ്ടായത്തുകളാണ് ഇവിടെ വിശദീകരിച്ചത്. അതിൽ ചില മസ്അലകൾ നമുക്ക് ബാക്കിയുണ്ട്. സൂറത്തുൽ അഹ്സാബിലെ 28, 29 ആയത്തുകളാണ് ആയത്തു തഖീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അവിടുത്തെ ഭാര്യമാർക്ക് തഖീർ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നൽകി. അതായത് അവർക്ക് വേണമെങ്കിൽ ഭൗതിക ജീവിതവും അതിൻ്റെ അലങ്കാരവും എവിടെയാണുള്ളത് അവിടെ തേടിപ്പോകാം. അതല്ല, അള്ളാഹുവേയും റസൂലിനെയും അദാറുൽ ആഖിറ അതാണ് വേണ്ടത് എങ്കിൽ ക്ഷമിച്ച് സഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിക്കാം. ഇതാണ് തഖീർ. അപ്പോൾ അവരെന്ത് ചെയ്ത് എല്ലാവരും ആരെയാണ് തിരഞ്ഞെടുത്തത്? അള്ളാഹുവേയും റസൂലിനെയും അദാറുൽ ആഖിറ ഇതാണ് തിരഞ്ഞെടുത്തത്. അതിൻ്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞത്. അഫി ഹാദ അസ്തമിറു വാലിദൈ, ഈ വിഷയത്തിലാണോ ഞാൻ മാതാപിതാക്കളോട് കൂടിയാലോചന നടത്തേണ്ടത് എന്നാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ തഖീർ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞില്ല, തസ്തഅജിലി, തിരക്കൂട്ടണ്ട, ഹത്ത തസ്തമിരി വാലിദൈക്ക്, നിങ്ങളുടെ ഉമ്മനോടും വാപ്പനോടും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും ഉമ്മുൽ ഖൈറിനോടും ഉമ്മുൽ ഫദ്ലിനോടും അല്ലെങ്കിൽ ഉമ്മു റൂമാനോടും ചോദിച്ചിട്ട് ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി, തിരക്കൂട്ടണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, അഫീ ഹാദ അസ്തഅമിറു വാലിദൈ, ഈ വിഷയത്തിലാണോ ഞാൻ എൻ്റെ വാപ്പാനോടും ഉമ്മനോടും കൂടിയാലോചന നടത്തേണ്ടത്? ഇന്നി ഇഖ്തർതുല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ, ഞാൻ അള്ളാഹുവെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അദ്ദാറുൽ ആഖിറത്തിനെയും തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല പ്രഖ്യാപിച്ചു. മനസ്സിലായ? ഇതേപോലെയല്ലേ ഭാര്യമാരും എല്ലാവരും ഇതേ പ്രതികരണം നടത്തിയത്. ഇതാണ് ആയത്തു തഖീർ. ചരിത്രത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു പിൽക്കാലത്ത്, ഉമർ റളിയല്ലാഹുവിൻ്റെ ഒക്കെ ഭരണകാലത്ത് സുബഹി നിസ്കരിക്കുമ്പോൾ ഈ സൂറത്ത് ഓതുന്നതാണ്. സൂറത്തുൽ അഹ്സാബ് ഓതും. അങ്ങനെ ഈ ആയത്തുകൾ തിന്നെങ്കിൽ ഉറക്കനെ ഓതുമെന്നാണ്, ശബ്ദം ഉയർത്തി ഓതും. സൂറത്തുൽ അഹ്സാബ് ഫജറിൽ ഓതിയിട്ട് ഈ ആയത്തുകൾ ഓതുമ്പോൾ ഉറക്കനെ ഓതും. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കും, എന്താ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ ശബ്ദം ഉയർത്തണമെന്ന്. അപ്പോൾ ഇത് നിസ്സാസൽ തങ്ങളുടെ ഭാര്യമാരോടുള്ള കരാറാണ്, അഹദാണ്. അത് അവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉറക്കനെ ഓതുന്നത്. അറയിലുള്ള ഹുജറാത്തിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, അല്ലെങ്കിൽ മസ്ജിദിൽ തന്നെ പിന്നിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, അവർ കേൾക്കാനാണ് ഞാനിത് ഉറക്കനെ ഓതുന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു എന്നാണ്. ഏതായാലും ഇതിനാണ് അഹദ് എന്ന് പറയാം, ആയത്തു തഖീർ എന്ന് പറയാം. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറച്ച് വിശദമായിട്ട് പറഞ്ഞത്. നമ്മളുടെ വിഷയം എവിടെതാണ് നമ്മൾ പറഞ്ഞത്? യാ അയ്യുഹൻ നബിയ്യു ഖുൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് പറയാണ്, താങ്കൾ പറയുക, ലി അസ്വാജിക, താങ്കളുടെ ഭാര്യമാരോട്, ഇൻ കുൻതുന്ന തുരീദുനൽ ഹയാത്തദ് ദുനിയ വസീനതഹ, അൽ ഹയാത്ത് ദുനിയയും അതിൻ്റെ സീനത്തുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, ഫതആലൈൻ, വരൂ, താലൈന, നിങ്ങൾ വരൂ. നിങ്ങൾ പറഞ്ഞല്ല, ഉമത്തിഉകുന്ന വ ഉസർരിഹുകുന്ന സറാഹൻ ജമീല. ഉമത്തിഉകുൻ, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മതാഉ തരാം. അത് നമ്മളുടെ ഇന്നത്തെ ഒരു വിഷയം, അൽ മതാ. വ ഉസർരിഹുകുന്ന സറാഹൻ ജമീല, നിങ്ങളെ ഞാൻ ഉസർരിഹുകുൻ എന്നാണ്, ഉതല്ലിഖുകുൻ, ഞാൻ നിങ്ങളെ തലാഖ് ചെല്ലാം. സറാഹൻ ജമീലൻ എന്ന് പറഞ്ഞാൽ നല്ല നിലക്കുള്ള തലാഖ്. അതിൻ്റെ ഉദ്ദേശം അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടെ പറയാം. അതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട ഭാഗം. എന്ത് ഈ മത്താ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുല്ലുമ യസ്തംതിഉൽ മർഉ മിൻ ഉറൂദി ദുനിയ, അല്ലെങ്കിൽ മിൻ അർദി ദുനിയ ഖലീലൻ കാൻ ഔ കസീറൻ എന്നാണ്. ഭൗതികമായ വിഭവം, അത് കുറച്ചാകട്ടെ കൂടുതലാകട്ടെ, മനുഷ്യൻ ആസ്വദിക്കുന്നത് ഉപകരിക്കുന്നതെല്ലാം മത്താണ്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. മനുഷ്യൻ ആസ്വദിക്കുന്നത് ഉപകരിക്കുന്നതൊക്കെ എന്താണ്? മത്താണ്. ഭൗതികമായിട്ടുള്ള എല്ലാ വിഭവങ്ങൾക്കും എന്ത് പറയും? മത്താ എന്ന് പറയും.
എല്ലാ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന എന്തെല്ലാം ഉണ്ട് അതൊക്കെ എന്താണ് മതാൻ. പല ശൈലിയിൽ വിശുദ്ധ ഖുർആനിൽ മത്താവ് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഉദ്ദേശം ഇതൊരു മാൽ സമ്പത്താണ്. ഇത് യജിബു നിർബന്ധമാകും. ആരുടെ മേൽ നിർബന്ധമാകും? അല സൗജ്. ആരുടെ മേലെ നിർബന്ധം പറയും? ഭർത്താവിൻ്റെ മേൽ. ആർക്കാണ് കൊടുക്കേണ്ടത്? പറയ്. തൻ്റെ ഭാര്യക്ക്. ലിംറഅതിഹി. മതാവ് എന്ന് പറഞ്ഞാൽ മാലുൻ, അതെന്താണ്? ഒരു സ്വത്താണ്. യജിബു നിർബന്ധമാണ് അല സൗജ് ഭർത്താവിൻ്റെ മേൽ. ആരോട്? ആർക്ക് നേരെ? ലിംറഅതിഹി തൻ്റെ ഭാര്യക്ക്. എങ്ങനെയുള്ള ഭാര്യ? എങ്ങനെയുള്ള ഭാര്യ? അൽ മുഫാരിഖ, വേർപെട്ട ഭാര്യ. എപ്പോൾ വേർപെട്ടത്? ഫിൽ ഹയാത്ത്, ജീവിതത്തിൽ, ജീവിതകാലത്ത് വേർപെട്ട തൻ്റെ ഭാര്യക്ക് ഭർത്താവിൻ്റെ മേൽ ബാധ്യതയായ നിർബന്ധമായ സ്വത്താണ് എന്ത്? മത്താ. ജീവിതകാലത്ത് വേർപെട്ടെന്നാണ്. ജീവിതകാലത്ത് എങ്ങനെ വേർപെട്ട? ബി തലാഖിൻ. എങ്ങനെ വേർപെട്ടത്? തലാഖ് കൊണ്ട്. ഔ ബി നഹ്വിഹി, അല്ലെങ്കിൽ തലാഖ് പോലത്തെ പ്രയോഗങ്ങൾ കൊണ്ട്. അൽ ഖതീബ് ഷിർബീനി അദ്ദേഹത്തിൻ്റെ മുഹദ്ദബിൽ മതാഇന് പറഞ്ഞ നിർവചനം അത്. ഖതീബ് അൽ ഷിർബീനി അൽ ഖതീബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഖതീബ് ഷിർബീനി എന്ന് പറയുന്നത് ഷാഫി മദ്ഹബിലെ ആധികാരിക ഫിഖ് കിതാബാണ്. അദ്ദേഹത്തിൻ്റെ അൽ മുഹദ്ദബ്, അതിൻ്റെ ഷറഹാണ് ഇമാം നവവിയുടെ എന്ത്? ഷർഹുൽ മുഹദ്ദബ്. ഷർഹുൽ മുഹദ്ദബ്, അതിന് വേറെ പേരുണ്ട് ഷർഹുൽ മുഹദ്ദബിന്. എന്താ? അൽ മജ്മൂ. അൽ മജ്മൂ എന്ന് പറയുന്ന ഇമാം നവവിയുടെ ഫിഖ് കിതാബ്. അത് അൽ ഖതീബ് ഷിർബീനി എന്ന ഷാഫി പണ്ഡിതൻ്റെ അൽ മുഹദ്ദബിൻ്റെ ഷറഹാണ്. അതിൽ അൽ മത്താവിനെ കുറിച്ച് പറയാണ്. മാലും മത്താവ് എന്ന് പറഞ്ഞാൽ അത് മാൽ, സ്വത്താണ്. യജിബു അല സൗജ്, അത് ഭർത്താവിൻ്റെ മേൽ നിർബന്ധമാകും. ആർക്കാണ് കൊടുക്കേണ്ടത്? ലിംറഅതിഹി, തൻ്റെ ഭാര്യക്ക്. എങ്ങനെയുള്ള ഭാര്യക്ക്? അൽ മുഫാരിഖ, ഫിൽ ഹയാത്ത്, ഭർത്താവിൻ്റെ ജീവിതകാലത്ത് വേർപെട്ട. ഭർത്താവിൻ്റെ മരണത്തിലൂടെ ഭാര്യ വേർപ്പെടും അല്ലേ? അവിടെ മത്താവുണ്ടോ? മത്താവില്ല. കാരണം എന്താ? അവിടെ ഭാര്യ തന്നെയാണ്. അവിടെ എന്താ ഉള്ളത്? അവിടെ അനന്തര സ്വത്താണ്. ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ അനന്തര സ്വത്താണ് ആർക്ക്? വേർപെട്ട ഭാര്യക്ക്. എന്നാൽ ഭർത്താവിൻ്റെ ജീവിതകാലത്ത് വേർപെട്ടൊരു സ്ത്രീ, ആ വേർപ്പെടുന്നത് ബി തലാഖിൻ, ഒന്നുകിൽ തലാഖിലൂടെയാണ്, അല്ലെങ്കിൽ ഔ ബി നഹ്വിഹി. തലാഖ് പോലുള്ള പ്രയോഗം ഇവിടെ ഉസർരിഹുകുന്ന എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ഫാറഖ്തുകി, സറഹ്തുകി എന്നൊക്കെയാണ് തലാഖിനെ പ്രയോഗിക്കുക. അപ്പോൾ തലാഖ് കൊണ്ടോ അല്ലെങ്കിൽ അതുപോലത്തെ പ്രയോഗങ്ങൾ കൊണ്ടോ ജീവിതകാലത്ത് വേർപെട്ട തൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മേൽ ബാധ്യതയായ നിർബന്ധ സ്വത്തിനാണെന്ന് പറയാം മത്തായ എന്ന് പറയാം. അത് നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലിൽ മുത്തല്ലഖാത്തി മതാഉൻ, വലിൽ മുത്തല്ലഖാത്ത്, തലാഖ് ചെല്ലപ്പെട്ട സ്ത്രീകൾക്കുണ്ട് മതാഉൻ, എന്തുണ്ട്? മതാഉണ്ട് എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ മേൽ നിർബന്ധമായ സ്വത്ത്. ഹഖൻ അലൽ മുത്തഖീൻ, ഹഖൻ അലൽ മുത്തഖീൻ എന്ന് പറഞ്ഞാൽ അത് മുത്തഖീങ്ങളുടെ മേൽ ബാധ്യതയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമത്തിഊഹുൻ, നമുക്കിവിടെ വരും സൂറത്ത് അഹ്സാബിൽ അത് വിശദമായിട്ട് വരും. അവിടെ നമുക്ക് അതിൻ്റെ മസാലകൾ പഠിക്കാനുണ്ട്. വമത്തിഊഹുന്ന, നിങ്ങൾ സ്ത്രീകൾക്ക് മത്താവ് നൽകണം. എത്ര മത്താവ് നൽകണം? അതാണ് അലൽ മൂസി ഖദറുഹു, കഴിവുള്ളവരാണ് എങ്കിൽ അവരുടെ കഴിവിനനുസരിച്ച്. വ അലൽ മുഖ്തിരി ഖദറുഹു, സാമ്പത്തികമായി ചില ഭർത്താക്കന്മാർ ഞെരുക്കത്തിലായിരിക്കും, അവർ അവരുടെ കഴിവനുസരിച്ച്. അവിടെ ഹക്കൻ അലൽ മുഹ്സിനീൻ എന്നാണ് പറഞ്ഞത്, മുഹ്സിനീങ്ങളുടെ മേൽ അത് ബാധ്യതയാണ്. അല്ല ഇവിടെ തലാഖ് പറഞ്ഞ ഔബിനഹവിഹി പറഞ്ഞ്. ഖുൽഇൽ വേർപിരിയൽ പെണ്ണിൻ്റെ ആവശ്യമാണ്. ഖുൽഇൽ വേർപിരിയൽ പെണ്ണിൻ്റെ ആവശ്യമാണ്. തലാഖിൽ വേർപിരിയൽ ആരുടെ ആവശ്യമാണ്? ഭർത്താവിൻ്റെ ആവശ്യമാണ്. ഖുൽഇൽ പെണ്ണ് ഇങ്ങോട്ടാണ് കൊടുക്കേണ്ടത്, കാരണം ഓളെ ആവശ്യമാണ്. ഓള് തൻ്റെ തലാഖ് വാങ്ങി പോകുമ്പോൾ ഭർത്താവിനോട് വാങ്ങിയ മഹർ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം മഹറല്ലാതെ ഇങ്ങോട്ട് കൊടുത്തിട്ട് തൻ്റെ തലാഖ് വാങ്ങി പോകലാണ്. അവിടെ മത്താവിൻ്റെ വിഷയമല്ല.
അതേസമയം തലാഖ് അങ്ങനെയല്ല. തലാഖ് ഭർത്താവാണ് എന്ത് ചെയ്യണത്, അവളെ വേർപിരിയുന്നത്. അതുകൊണ്ട് തന്നെ ജബറൻ ലി ഖാത്തിരിഹി, അങ്ങനെ പ്രയോഗം, ജബറൻ ലി ഖാത്തിരിഹി, ഈ വിവാഹമോചിതയായ സ്ത്രീയുടെ മനസ്സിനെ, അതിൻ്റെ മുറിവുണ്ടല്ലോ അത് ഉണക്കാൻ, അതിൻ്റെ വിഷമം അത് നികത്താൻ, അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മത്താവ് കൊടുക്കുന്നത്. അത് നിർബന്ധമാണ് എന്നുള്ളതാണ്. ആ പെണ്ണിന് ചോദിക്കാം, അവളുടെ മാലുൻ യജിബു അല സൗജാണ്, ചോദിക്കാം, അവൾക്ക് ചോദിക്കാം. പക്ഷേ ഇത് കൊടുത്തില്ലെങ്കിൽ ഓരോരുത്തർക്കും തങ്ങളുടെ അവസ്ഥക്കനുസരിച്ചാണ് ഇതുള്ളത്. ഈ ഹഫ്സ് ബിനുൽ മുഗീറ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ അറിയില്ല, ഹഫ്സ് ബിനുൽ മുഗീറ തലാഖിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മത്താവ് കൊടുക്കാൻ പറഞ്ഞു, നിർബന്ധമാണ് കാരണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ അടുത്ത് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ റസൂലുള്ള പറയാണ്, ഒരു സായ് അല്ലെങ്കിൽ അരസായ് കാരക്കെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതാണ് ഈ മത്താ. പിന്നെ ഈ മത്താവിന് ജീവനാംശം എന്നർത്ഥം പറയുന്നത് തെറ്റാണ്, അത് തെറ്റാണ്. അങ്ങനെയല്ല, ഒരു സ്ത്രീയെ ആ സ്ത്രീക്ക് പിന്നെ വേറെ ഭർത്താവിനോടൊപ്പം ജീവിക്കാം, അവർക്ക് വേറെ വിവാഹം കഴിച്ച് പോകാം, മനസ്സിലായി. അതുകൊണ്ട് തന്നെ ജീവനാംശം ജീവിക്കുന്നിടത്തോളം കാലം കൊടുക്കുക എന്നുള്ളത് അള്ളാഹു ബാധ്യതയാക്കിയിട്ടില്ല. ഖുൽഅ് വേറെ, ഫസ്ഖ് വേറെ, തലാഖ് വേറെ. ആ ഖുൽഅയിൽ മഹർ തിരിച്ചു കൊടുക്കണം, സ്ത്രീ മഹർ തിരിച്ചു കൊടുക്കണം. മഹർ തിരിച്ചു കൊടുക്കാതെ ഖുൽ ആകാം. പക്ഷേ ഒരു സ്ത്രീ എൻ്റെ തലാഖ് തരണം എന്ന് പറയാണ്, ഞാൻ മഹർ തിരിച്ചു തരൂല എന്ന് പറഞ്ഞാണെങ്കിലും ഈ ഭർത്താവ് തലാഖിലെ ഖുൽ ആയി. പക്ഷെ അതിൻ്റെ പൂർണ്ണതയും അത് വേണ്ടതും എന്താണോ വാങ്ങിയത് അത് തിരിച്ചു കൊടുത്തിട്ട് പോവുക എന്നുള്ളതാണ്. ഇത് നിർബന്ധമാണ്, മറ്റേ നിർബന്ധമല്ല, ഒഴിവാക്കി തന്നാൽ മതി, അതാണ് ഖുൽ. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു കേസിൽ. അങ്ങനെ ചില കേസുകൾ വന്നിട്ടുണ്ട്. ഇതൊരു മഹദി അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിൻ്റെ പെങ്ങള്, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ കപട വിശ്വാസികളുടെ നേതാവ്, എൻ്റെ പെങ്ങളോ എങ്കിലും മകളോ, അവരെ വിവാഹം അവർ പറയണം, എനിക്ക് ഭർത്താവിനോട് ആദ്യ രാത്രി തന്നെ ഭർത്താവിനെ അവർ വിഗണിച്ച്, എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ സ്വലാസ്ലം മതം കൊണ്ട് വന്നിട്ട് പറയാൻ എനിക്ക് പറ്റൂല, എന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ പിന്നെ ഈ നസ്ലാസ്ലം മതങ്ങൾ ഭർത്താവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഇവരിങ്ങനെയാണ് പറയുന്നത്. അപ്പം റസൂലെ, ഞാൻ എൻ്റെ പിന്നെ മഹർ നൽകിയിട്ടുള്ളത് എന്തോ വില പിടിച്ച അയാൾക്ക് അദ്ദേഹത്തിന് സ്വാർത്ഥമായൊരു തോട്ടം എന്താണ് കൊടുത്തിട്ടുള്ളത് പറയണം. അവർ റസൂൽ അവരോട് ചോദിക്കേണ്ട, തോട്ടം തിരിച്ചു കൊടുക്കുമെന്ന്. അവർ പറയുന്നത് ഒരു പ്രശ്നമല്ല കൊടുക്കാമെന്ന് അറിയുന്നത്. അങ്ങനെ അത് വാങ്ങിക്കൊടുത്തിട്ട് വാങ്ങിയ സംഭവമുണ്ട്. എന്താ ഈ മത്തായം മനസ്സിലായില്ലേ? അത് ഒരു സ്ത്രീയുടെ മുറിവേറ്റ മനസ്സിന് അല്ലെങ്കിൽ പ്രയാസമേറ്റ മനസ്സിനെ നികത്താനുള്ള ഒരു സഹായം, അതാണ് മത്താവ്. അതിന് ഈ ജീവിതാംശം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാരമാക്കണതും അത് ശരിയല്ല. ഇതാണ് അതിൻ്റെ ഉദ്ദേശം മത്താവ്. അത് എത്രയാകാം, അതിനൊരു അളവൊന്നുമില്ല. ചില ഫുഖഹാക്കൾ, ചില പണ്ഡിതന്മാർ ഇത്ര വരെ പറ്റുള്ളൂ, ഏറിയാലൊരു ഗുലാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു അടിമയെ, ഒരു സേവകനെ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഏറിയാൽ ചിലർ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. അവർക്ക് കൊടുത്താൽ മതി. ഇനി ഒരാളെ എന്ത് ചെയ്ത് ഒരിക്കലല്ല നിത്യേന കൊടുത്തു, മുഷ്കിൽ നിത്യേന കൊടുത്ത്. പിന്നെ ഈ മത്താൻ ചില ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ പല മഹാന്മാരുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ അങ്ങനെയാണ്. അവർ പിന്നെ മനസ്സ് മറന്ന് മത്താൻ നൽകിയിട്ട് വിവാഹമോചനം കൽപ്പിച്ച ചരിത്രം കാണാം. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഞാൻ പറഞ്ഞിട്ടില്ലേ, നബി കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചത് ജാഫർ ബിൻ അബി താലിബിൻ്റെ മകളെ കല്യാണം കഴിച്ച്, അല്ലെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു ജാഫറിൻ്റെ മകളെ കല്യാണം കഴിച്ച് നിക്കാഹ് കഴിച്ച്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് പിന്നെ അവരെ തലാഖ് ചെല്ലേണ്ടി വന്നു. അഖദേ നടന്നുള്ളൂ, പക്ഷെ വീട് കൂടിയില്ല. അപ്പം അതിന് മുമ്പ് തലാഖ് ചെല്ലിച്ച്. അത് പിന്നെ ഖലീഫ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ഇടപെട്ടിട്ടാണ് ആ തലാഖ് നടന്നത്. കാരണം ഹജ്ജാജ് ഇബ്നു യൂസുഫ് എങ്ങാണ്ട് നബി കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് അങ്ങോട്ട് മാറിയാൽ പിന്നെ അമവി ഭരണം തകരും. കാരണം ഹജ്ജാജ് അത്രമേൽ ഒരു പിന്നെ സ്ട്രോങ് ആയ വക്താവായിരുന്നു അമവി കുടുംബത്തിന്. അന്ന് അമവി കുടുംബവും മറ്റുള്ളവരും ഇത് നടക്കുകയാണ്, അധികാരത്തിൻ്റെ പേരിൽ പ്രശ്നം നടക്കണം. അബ്ദുല്ലാഹി ഇബ്നു സുബൈറും കൂട്ടരും ഒരു ഭാഗത്ത്, പിന്നെ ഇങ്ങനെ. അപ്പോൾ ഹജ്ജാജ് തങ്ങളുടെ പക്ഷത്തു നിന്ന് പോയാലോ എന്നുള്ള പേടി അബ്ദുൽ മലിക്കിന് വന്നത്. ചിലർ പറഞ്ഞു കൊടുത്താണ്, ഹജ്ജാജ് നബി കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നുണ്ട്, ആ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ ഹജ്ജാജിൻ്റെ മനസ്സങ്ങോട്ട് ഭാര്യ വീട്ടുകാരുടെ ഭാഗത്തേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അബ്ദുൽ മലിക്ക് ഇടപെട്ടിട്ടാണ് വിവാഹമോചനം നടക്കുന്നത്. പക്ഷേ വലിയ മത്തായം നൽകിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ ജാഫർ റളിയല്ലാഹു തആലയുടെ മകൾ, അല്ലെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു ജാഫറിൻ്റെ മകൾ, എൻ്റെ പേരുടെ ആത്തിക്ക്, അവരെ വിവാഹമോചനം നടത്തിയത് മഹർ കൊടുത്തിട്ട് വലിയ മത്തായം നൽകിയിട്ടാണ്, വലിയ മത്തായം. അതേപോലെ തന്നെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് നമ്മളിവിടെ മുമ്പ് പറഞ്ഞിട്ടില്ലേ, ഹിന്ദ് ബിൻത്ത് നുഅ്മാൻ
നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹുവിൻ്റെ മകൾ ഹിന്ദിനെയാണ് കല്യാണം കഴിച്ചിരുന്നത്, ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഹിന്ദ് അന്ന് അറിയപ്പെട്ട സ്ത്രീയാണ്, എല്ലാം കൊണ്ടും ശാരീരിക സൗന്ദര്യമാകട്ടെ, ഭൗതികമായിട്ടുള്ള ബുദ്ധി, ദൈക്ഷണികത, ആ വിഷയത്തിലാകട്ടെ പല കാര്യങ്ങളിലും വലിയ പണ്ഡിതയും നിപുണയായിരുന്നു. അന്ന് ആ ചരിത്രം ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഹിന്ദ് കണ്ണാടിന് മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവരവരുടെ സൗന്ദര്യത്തെ കണ്ണാടിയിൽ വായിക്കുകയാണ്. വളരെ സുന്ദരിയായ സ്ത്രീയാണ്. അവരിങ്ങനെ കണ്ണാടിയിൽ തൻ്റെ സൗന്ദര്യം വായിക്കുമ്പോൾ ഹജ്ജാജ് ബാക്കിലുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ല, ഹജ്ജാജ് ബാക്കിലുണ്ട്. അപ്പോൾ അവർ കണ്ണാടിയിൽ നോക്കിയിട്ട് പറയാണ്, വമാ ഹിന്ദുൻ ഇല്ലാ മുഹ്റത്തുൻ അറബിയത്തുൻ സുലാലത്തു അഫ്രാസിൻ തഹല്ലലഹ ബഗ്ലു വ ഇൻ അതാ ഫഹ്ലുൻ ഫലില്ലാഹി ദർറുഹ വ ഇൻ അതാ ബഗ്ലുൻ അതാ ബിഹാ ബഗ്ലു എന്നാണ് അവർ പറയുന്നത്. അതായത് ഹിന്ദ് എന്ന് പറഞ്ഞെങ്കിൽ മുഹ്റത്തുൻ അറബിയത്തുൻ, ഒരു അറബി മുഹ്റ എന്ന് പറഞ്ഞെങ്കിൽ ഇതാണ് കുതിരക്കുട്ടി ഉണ്ടല്ലോ, കുതിരക്കുട്ടിക്കാണ് പറയുന്നത്. നല്ല കുതിരക്കുട്ടികൾ നല്ല ഇതല്ലേ. അപ്പോൾ ഹിന്ദ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു അറബി കുതിരക്കുട്ടിയാണ്. സുലാലത്തു അഫ്രാസിൻ തഹല്ലലഹ ബഗ്ലു, അത് ഒരു കുതിരകളുടെ പാരമ്പര്യത്തിൽ വന്ന ഒരു നല്ല കുതിരക്കുട്ടിയാണ്. പക്ഷേ തഹല്ലലഹ ബഗ്ലു, ഇപ്പം അതിനെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ബഗലാണ്. ബഗൽ എന്ന് പറഞ്ഞെങ്കിൽ കോവറ കഴുത, അതാണ് പറയുന്നത്. ഹജ്ജാജ് ഇത് കേൾക്കുകയാണ്, എന്നിട്ട് പറയാണ്, അത് തീർന്നില്ല, വ ഇൻ അത ഫഹ്ലുൻ ഫലില്ലാഹി ദർറുഹ, ഇനി അയാളിൽ നിന്ന് ഞാൻ ഗർഭം ധരിച്ചിട്ട് ഒരു ഫഹൽ, നല്ലൊരു കൂറ്റനെയാണ് പ്രസവിച്ചത് എങ്കിൽ ഫലില്ലാഹി ദർറുഹ എന്നാണ്, അത് അവളുടെ മിടുക്കാണ്, അവൾക്കാണ് അതിൻ്റെ ക്രെഡിറ്റ്. വ ഇൻ അതാ ബഗ്ലുൻ, ഇനി അതല്ല പ്രസവിക്കപ്പെടുന്നത് ഒരു ബഹലാണ് എങ്കിൽ, കോവർ കഴുതയാണെങ്കിൽ അതാ ബിഹാ ബഗ്ലു, അത് കോവർ കഴുതൻ്റെ കുട്ടിയാണ് എന്ന് പറയുന്നു. ഇത് ഹജ്ജാജ് കേട്ടപ്പോൾ ഹജ്ജാജ് അന്ന് എന്താ ഹജ്ജാജ് ആകെ ഇങ്ങനെ തോറ്റിട്ടുള്ളത് ഒന്ന് കുറച്ച് സ്ത്രീകളുടെ മുമ്പിൽ, അല്ലെങ്കിൽ ആറാബികളുടെ മുമ്പിൽ. അതില്ലെങ്കിൽ ഹജ്ജാജ് വെട്ടൊന്ന് കഷ്ണം വേണ്ട. ഇത് ഹജ്ജാജ് കേട്ടപ്പോൾ ഹജ്ജാജ് അവിടെ നിന്നാണ് വലിയാണ്. ഈ ഇവൾക്കറിയില്ല ഹജ്ജാജ് ഇത് കേട്ടതും ഇതിൻ്റെ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്നൊന്നും അവർക്കറിയില്ല. അവസാനം ഹജ്ജാജ് ഇത് കേട്ടാൻ പോയി. അബ്ദുള്ള ഇബ്നു താഹിർ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, ഹജ്ജാജിൻ്റെ ഒരു പിന്നെ ജോലിക്കാരന്. അബ്ദുള്ള ഇബ്നു താഹിർ എന്ന വ്യക്തിൻ്റെ അടുക്കലേക്ക് 200 ദിർഹം അല്ല 2 ലക്ഷം ദിർഹം 2 ലക്ഷം ദിർഹം കൊടുത്തു എന്നാണ്. എന്നിട്ട് 2 ലക്ഷം ദിർഹം കൊടുത്തിട്ട് പറയാണ്, പിന്നെ ഹിന്ദ് ബിന്ത് നുഅ്മാനോട് ചെന്നിട്ട് ഈ 2 ലക്ഷം ദിർഹം കൊടുക്കുക, കുൻതി ഫബിൻതി എന്ന് പറയാൻ പറഞ്ഞു. കുൻതി ഫബിൻതി എന്ന് പറയാൻ പറഞ്ഞു. എന്താ കുൻതി ഫബിൻതി പറഞ്ഞാൽ? കുൻതി എന്ന് പറഞ്ഞാൽ നീ എൻ്റെ സഹധർമ്മിണിയായിരുന്നു, ഭാര്യയായിരുന്നു. ഫബിൻതി പറഞ്ഞാൽ നീ എന്നേക്കുമായി എന്നിൽ നിന്ന് വേർപ്പെട്ടിരിക്കുന്നു. പിന്നെ കുൻതി കാന, അതിനാണ് കുൻതി. ബാന എന്ന് പറഞ്ഞാൽ വേർപ്പെട്ടു. ബൈനൂന എന്ന് പറഞ്ഞാൽ അൽ ബൈനൂന അൽ കുബ്ര അൽ ബൈനൂന സുഹറ എന്ന് പറയും. എന്നേക്കുമായിട്ടുള്ള വിവാഹമോചനാണെങ്കിൽ അൽ ബൈനൂനത്തുൽ കുബ്ര, താൽക്കാലികമായിട്ടുള്ള വിവാഹമോചനാണെങ്കിൽ മടക്കിയെടുക്കാവുന്ന അവസരത്തിനാണെങ്കിൽ അൽ ബൈനൂനത്തു സുഹറ എന്ന് പറയും. ഏതായാലും കുൻതി വബിൻതി. ഹജ്ജാജ് പറയണ അബ്ദുള്ള ഇബ്നു താഹിറിനോട് ഇതേ പറയാവൂ, 2 ലക്ഷം ദിർഹം കൊടുക്കുക, കുൻതി ഫബിൻതി എന്ന് പറയാം, അതേ പറയാവൂ. അബ്ദുള്ള ഇബ്നു താഹിറിനെ അറിയില്ല എന്താ ഈ പ്രയോഗം, ഇതെന്തിനാന്നുള്ളത്. ബിൻതി എന്ന് പറഞ്ഞതാണ് നീ വിവാഹമോചിതയായി എന്നേക്കുമായിട്ട് എനിക്ക് പോകാന്നുള്ളതാണ് അതിൻ്റെ മാനം. അബ്ദുള്ള ഇബ്നു താഹിറിനെ അറിയില്ല. അദ്ദേഹം പിന്നെ നിങ്ങളോട് ഹജ്ജാജ് കുൻതി ഫബിൻതി എന്ന് പറഞ്ഞിരിക്കുന്നു, ഈ 2 ലക്ഷം ദിർഹം തരാൻ പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ ഇത് കേട്ട മാത്രമേ ഹിന്ദിന് മനസ്സിലായി ഇതെന്താ സംഗതി എന്നുള്ളത്. അപ്പോൾ പിന്നെ അബ്ദുള്ള ഇബ്നു താഹിറിനോട് അവർ പറയാണ്, ഹിന്ദ് പറയാണ്, മാ സുരീർന ലമ്മ കുന്ന ഒമാ ഹസിന്ന ലമ്മ ബിന്ന, അത് പറയാൻ പറഞ്ഞേ. നീ ചെന്നിട്ട് എന്ത് ചെയ്യുക, ഹജ്ജാജിനോട് പറയാ, മാ സുരീർന ലമ്മ കുന്ന, നമ്മൾ ദമ്പതികളായപ്പോൾ ഞാൻ സന്തോഷത്തിലായിരുന്നില്ല, അതുകൊണ്ട് തന്നെ മാ ഹസിന്ന ലമ്മ ബിന്ന, നമ്മൾ വേറെ പിരിഞ്ഞപ്പോൾ എനിക്കൊട്ട് ദുഃഖമല്ല. അബ്ദുള്ള ഇബ്നു താഹിറിനോട് ഇവർ പറഞ്ഞ് ഇത് ചെന്നിട്ട് പറയാൻ പറഞ്ഞു, മാ സുരീർന ലമ്മ കുന്ന വമാ ഹസിന്ന ലമ്മ ബിന്ന. ചില നിവേദനങ്ങളിൽ മാ ഹമിദിന ലമ്മ കുന്ന ഫമാ നദിംന ലമ്മ ബിന്ന, ദമ്പതികളായി ജീവിച്ചപ്പോൾ അള്ളാഹ്ക്ക് സ്തുതി പറഞ്ഞിട്ടില്ല, അന്ന് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ വേർപിരിഞ്ഞതിൽ ഒരു ടെൻഷനും ദുഃഖമില്ല എന്ന അർത്ഥത്തിൽ അത് പറയാൻ പറഞ്ഞു. മാത്രമല്ല ഈ 2 ലക്ഷം ദിർഹം ഉണ്ടല്ലോ, ഈ 2 ലക്ഷം ദിർഹം ഹജ്ജാജ് കൊടുത്തയച്ചേ, അത് അബ്ദുള്ള ഇബ്നു താഹിറിന് കൊടുത്ത്, നീ കൊണ്ടുവന്നത് വലിയൊരു സന്തോഷ വാർത്തയാണ്, അതുകൊണ്ട് സമ്മാനമായിട്ട് ഇതിരിക്കട്ടെ, ഇത് എനിക്ക് വേണ്ട, നിനക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇത് ഹജ്ജാജിനോട് പറയാൻ പറഞ്ഞു.
2 ലക്ഷം ദിർഹം വാങ്ങിയിട്ടില്ല, അതെനിക്ക് പാരിതോഷികമായിട്ട് തന്നു. ഇതെന്തിന്? ഈ സന്തോഷ വാർത്ത കൊണ്ടുവന്നതിന്. ഈ സന്തോഷ വാർത്ത എന്താ? ഹജ്ജാജ് തലാഖല്ലേ എന്നുള്ള ആ ആ അത് പറഞ്ഞ ആൾക്കാരനെ കൊടുത്തു, ഈ കൊണ്ടുവന്ന ആൾക്കാരനെ കൊടുത്തു എന്നുള്ളതാണ്. ഹിന്ദ് ബിന്ത് നൊമാൻ ഒരു ഭയങ്കര ഒരു വലിയ പ്രഗത്ഭമതിയായിരുന്നു, വലിയ പ്രശസ്തിയുള്ള, അവരെ ഭാര്യയായി ലഭിക്കാൻ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹജ്ജാജ് തലാഖല്ലി എന്നുള്ള വാർത്ത പറഞ്ഞ പിന്നെ അവരെ കല്യാണം കഴിക്കുന്നത്, പിന്നെ വിവാഹാന്വേഷണം നടത്തുന്നത് ഖലീഫ അബ്ദുൽ മലിക്കാണ്. ഹജ്ജാജിൽ നിന്ന് അവർ വേർപിരിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഖലീഫ അബ്ദുൽ മലിക് ബിൻ മർവാൻ, അബ്ദുൽ മലിക് ബിൻ മർവാൻ്റെ അമീറാണ് ആര്? ഹജ്ജാജ്. ഇവർ വിവാഹമോചിത എന്ന് പറഞ്ഞപ്പോൾ അബ്ദുൽ മലിക് ബിൻ മർവാൻ അവരെ വിവാഹം അന്വേഷിച്ചു. അബ്ദുൽ മലിക്കിൻ്റെ വിവാഹാഭ്യർത്ഥന വന്നപ്പോൾ ഇവർ പിന്നെ ഹംദ് ചെയ്യലുണ്ട്, അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി പറഞ്ഞിട്ട് അമീർ അൽ മുഅ്മിനീൻ അവർ പറയണത് ചരിത്രത്തിൽ നമ്മൾ വായിക്കണം കേട്ടോ, അല്ലാഹു അലം. അമീർ അൽ മുഅ്മിനീൻ ഖദ് വലഗൽ കൽബു ഫിൽ ഇന, പാത്രത്തിൽ പട്ടി തലയിട്ടിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തായിരിക്കും ഉദ്ദേശം? അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ അമീർ അൽ മുഅ്മിനീൻ പറയുന്നുണ്ട്, അത് 7 പ്രാവശ്യം കഴുകിയിട്ട് 1 പ്രാവശ്യം മണ്ണ് കൊണ്ട് കഴുകിയ വൃത്തിയാണ് കേസാണെന്ന് പറയുന്നത്. അബ്ദുൽ മലിക് ബിൻ മർവാൻ അബ്ദുൽ മലിക് മർവാൻ ഖലീഫ. അബ്ദുൽ മലിക് അതല്ല, അമവി ഭരണകൂടത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയനായ ഭരണാധികാരി. പിന്നെ മുആവിയ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുആവിയൻ്റെ മകൻ യസീദ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുആവിയ റളിയല്ലാഹു അൻഹു, പിന്നെ യസീദ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുആവിയ സാനി. പിന്നെ ഈ സുഫിയാനികളുടെ ഭരണം കഴിഞ്ഞു, മുആവിയ, യസീദ്, പിന്നെ മുആവിയ സാനി കഴിഞ്ഞു. പിന്നെ മർവാനികളാണ്, സുഫിയാനി മർവാൻ ബിൻ അൽ ഹക്കം പിന്നീട് വന്നു. മർവാൻ കഴിഞ്ഞിട്ട് മർവാൻ്റെ മകൻ അബ്ദുൽ മലിക് ബിൻ മർവാൻ, അത് മർവാൻ ബിൻ മുഹമ്മദ്. പിന്നെ അബ്ദുൽ മലിക്കിൻ്റെ കഴിഞ്ഞിട്ട് പിന്നെ അബ്ദുൽ മലിക്കിൻ്റെ 4 മക്കളാണ്, വലീദ്, പിന്നെ സുലൈമാൻ, ഹിഷാമി, യസീദ്. അതിനിടയിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് മരുമകൻ. അബ്ദുൽ മലിക് ഭയങ്കര പ്രശസ്തനായ ഭരണാധികാരിയാണ്. ഏതായാലും പിന്നെ ഈ ഹിന്ദിനെ അബ്ദുൽ മലിക് കല്യാണം കഴിച്ചു എന്നുള്ളതാണ് വലിയ ചരിത്രം. അവരുടെ ഷർത്തുകൾ ഒക്കെ ഒരു വിഷയങ്ങൾ. ഏതായാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പിന്നെ മത്തായിൻ്റെ വിഷയമാണ്. തലാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ മത്താവ് നൽകുമായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ചരിത്രം, സഹാബികളുടെ ഒക്കെ ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വരും ഇവിടെ ഇൻഷാ അല്ലാഹ്. ഇനി ഈ മത്താന് നമുക്ക് ഒരു ആയത്തിൽ വരും. ഏതായാലും ഇവിടെ പിന്നെ ഉമത്തിയൊഴുക്കുന്ന പിന്നെ ഇവിടെ ഇതിൻ്റെ എന്താണ് മത്തായ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. നോക്കി, നിങ്ങൾ തലാക്ക് കഴിഞ്ഞിട്ടാണ് മത്താ അല്ലേ? ഉസരിഹുക്കുന്ന സറാഹൻ ജമീൽ, ഇതാണ് തലാക്ക് കഴിഞ്ഞിട്ടാണ് മത്താവ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാ ആദ്യം പറഞ്ഞത്? ഉമത്തിയൊഴുക്കുന്ന എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഞാൻ മത്താവ് തരാം, ഉസരിഹുക്കുന്ന. ഈ എന്തിനാണ് ഉമത്തിയൊഴുക്കുന്ന എന്ന് ആദ്യം പറഞ്ഞത്? അതിൻ്റെ പ്രാധാന്യം, മത്താഇൻ്റെ ഒരു പ്രാധാന്യം അത് മനസ്സിലാക്കാനാണ്. പിന്നെ ഉസരിഹുക്കുന്ന, എന്താ ഉസരിഹുക്കുന്ന? ഞാൻ നിങ്ങളെ ഉതല്ലിഖുകുൻ, ഞാൻ നിങ്ങളെ തലാക്ക് ചെല്ലാന്നാണ്. അതിൽ സറാഹ്, ഈ പ്രയോഗം നോക്കി നിങ്ങൾ, സറാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തലാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ സറാഹ് എന്ന് പറഞ്ഞു. ഈ സറാഹ് എന്ന് പറഞ്ഞെങ്കിൽ ശരിക്കുണ്ടല്ലോ, നമ്മൾ പിന്നെ കാലികളെ കഴിച്ചു വിടുമല്ലോ, ഫ്രീ ആക്കി വിടുമല്ലേ, അതിനൊക്കെ പ്രയോഗിക്കുന്നതാണ്. സൂറത്ത് നഹ്ലിൽ വലക്കും ഫീഹാ ജമാലുൻ ഹീന തറൂഹൂന വഹീന തസ്റഹൂൻ, വലക്കും ഫീഹാ ജമാലുൻ ഹീന തുരീഹൂന വഹീന തസ്റഹൂൻ എന്നാണ്. കാലികളെ കുറിച്ച് പറയുന്നത് വലക്കും ഫീഹാ ജമാലുൻ, കാലികൾക്ക് നിങ്ങൾക്ക് സൗന്ദര്യമുണ്ട്. അല്ലാഹു പറയാണ് കാലികളെ കുറിച്ച് പറയാണ് ഹീന തുരീഹൂൻ വഹീന തസ്റഹൂൻ. അവിടെ ഈ ഹീന തസ്റഹൂൻ എന്ന് പറഞ്ഞെങ്കിൽ കാലികളെ കൂട്ടിൽ നിന്ന് അഴിച്ചു വിടുന്ന സമയം നിങ്ങൾക്കതിൽ സൗന്ദര്യം ഉണ്ട് എന്നാണ് പറയുന്നത്. കാലികളെ കൂട്ടിൽ നിന്ന് അഴിച്ചു വിടുമ്പോൾ ഈ കാലികളൊന്നായിട്ട് മേയാൻ പോകുന്ന ആ രംഗം അത് വളരെ സൗന്ദര്യമാണ്. ഒരാൾ ആട്ടിപ്പായിച്ചിട്ടാണ് എങ്കിൽ ആ സൗന്ദര്യമല്ല. പിന്നെയോ ഒരാൾ നല്ല പിന്നെ മാനസികാവസ്ഥയിൽ കാലികളെ അഴിച്ചുവിടുന്നു, ആ കാലികൾ അങ്ങനെ പോകുമ്പോൾ അത് വലിയ സൗന്ദര്യം എന്നാണ് പറയുന്നത്. അവിടെ ഹീന തസ്റഹൂൻ എന്നാണ് പറഞ്ഞത്.
അപ്പോൾ പിന്നുണ്ടല്ലോ ഇവിടെ ഉസരിഹുകുന്ന എന്ന് പറയുമ്പോഴുണ്ടാവല്ലോ തലാക്ക് ചൊല്ലിയ സ്ത്രീകൾ എങ്ങനെയാണ് തലാക്ക് ചെല്ലേണ്ടത്, അവരെങ്ങനെയാണ് പറഞ്ഞയക്കേണ്ടത് എന്നുള്ളതാണ് ആ പ്രയോഗം അറിയിക്കുന്നത്. കുറേ ഇടങ്ങേറാക്കി ബുദ്ധിമുട്ടിച്ച് തലാക്ക് കൊടുക്കാതെ അല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ച് നിർബന്ധിച്ച് അങ്ങനെയൊന്നും പാടില്ല എന്നുള്ളത് തന്നെ ഈ പ്രയോഗം അറിയിക്കുന്നുണ്ട്. ഈ സറാഹ് എന്ന പ്രയോഗം അറിയിക്കുന്നുണ്ട്. തലാക്കിൻ്റെ പര്യായം എന്നോണാണ് ഇവിടെ എന്ത് ഉസരിഹുകുന്ന എന്ന് പറഞ്ഞത്. ഇനി പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? സറാഹൻ എന്താ പറഞ്ഞേ? ജമീലൻ എന്നാ പറഞ്ഞത്. എന്താ ഈ സറാഹൻ ജമീലൻ? തലാക്ക് ചെല്ലണിനെ കുറിച്ച് പറഞ്ഞു. ഉസരിഹുകുന്ന, ഞാൻ നിങ്ങളെ തലാക്ക് ചെല്ലാം. എങ്ങനെ തലാക്ക് ചെല്ലാം? സറാഹൻ ജമീലൻ എന്നാണ്. എന്താ ജമീലൻ? എന്താ ഇതിൻ്റെ ഉദ്ദേശം? എന്താ ഈ ഭംഗിയായ തലാക്ക്? ഭംഗിയായ തലാക്ക് എന്താ? അതിന് ഭംഗി തലാക്ക് ഉണ്ടല്ലോ, സറാഹ് ജമീലാകൽ അല്ലെങ്കിൽ തലാക്ക് ജമീലാകൽ, അതിനെക്കുറിച്ച് പറയാണ് യാതൊരു ബററും ഉപദ്രവവും ചെയ്യാതെയുള്ള തലാക്ക്. അതേപോലെ തന്നെ യാതൊരു ഗദബ് ദേഷ്യവും ഇല്ലാതെയുള്ള തലാക്ക്, മുഗാദബയില്ല. അതേപോലെ തന്നെ യാതൊരു മുശാത്തമ ശത്തും എന്താ? ചീത്തവിളി, ശകാരവർഷം ഇല്ലാതെയുള്ള തലാക്ക്. ഉപദ്രവം ഏൽപ്പിക്കാതെ, ദേഷ്യപ്പെടാതെ, ശകാരവർഷമില്ലാതെയുള്ള തലാക്ക്. അതാണ് എന്ത്? തലാക്ക് സറാഹൻ ജമീൽ. അങ്ങനെയാണ് ചെല്ലാൻ തലാക്ക്. അങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു പറയാണ്. പിന്നെ മറ്റൊരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് സരിഹൂഹുന്ന സറാഹൻ ജമീല. വേറൊരിടത്തും പറഞ്ഞു സരിഹൂഹുൻ, നിങ്ങൾ സ്ത്രീകളെ തലാക്ക് ചെല്ലണം സറാഹൻ ജമീലൻ എന്നാണ്. ജമീലായ നിലക്ക് തലാക്ക്. തലാക്കിലേക്ക് വഴി വെക്കുന്നത് ചിലപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. പക്ഷെ തലാക്ക് കൊടുക്കുമ്പോൾ അത് നീളിക്കാൻ പാടില്ല. അതാണ് വിഷയം. നമ്മൾ തലാക്കിലേക്ക് കാരണമാകുന്ന വിഷയങ്ങളെല്ലാം നോക്കേണ്ടത്. ഇത് തലാക്കാകുന്ന വിഷയമാണ് നോക്കേണ്ടത്. ഇത് തീർന്നില്ല. ജമീലാകണമെന്നുണ്ടെങ്കിൽ ബിദഅത്തില്ലാത്ത തലാക്കാകണം എന്നാണ്. തഫ്സീറിൽ കാണാം തലാക്ക് ബിദഅത്താകാൻ പാടില്ല എന്നുള്ളതാണ്. ആരെങ്കിലും പറയാൻ പറ്റുമോ എന്താ ബിദഅത്തില്ലാത്ത തലാക്ക്? നാട്ടുനടപ്പ് അതിൽ വരും. പക്ഷെ അത് ഈ അത്തലാഖ് സുന്നി അത്തലാഖുൽ ബിദഇ രണ്ടെണ്ണം ഉണ്ട്. ഈ അത്തലാഖ് സുന്നി അത്തലാഖുൽ ബിദഇ എന്ന് പറയും. എന്താ അത്തലാഖ് സുന്നി അത്തലാഖുൽ ബിദഇ? ഒരു സ്ത്രീയെ അവരുടെ ആർത്തവകാലത്ത് തലാക്ക് ചെല്ലുകയാണ് എങ്കിൽ അതെന്താണ്? തലാഖ് ബിദഇയാണ്. ആർത്തവകാലത്ത് തലാക്ക് പാടില്ല. ഒരു സ്ത്രീയുടെ ആർത്തവകാലത്ത് തലാക്ക് പാടില്ല. അത് ബിദഅത്തായ തലാക്കാണ്. ഒരു സ്ത്രീയെ അവരുടെ നിഫാസിൽ തലാക്കെല്ലാം പാടില്ല. നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീ, പ്രസവ രക്തമുള്ള അവസ്ഥയിൽ തലാക്കെല്ലാം പാടില്ല. അത് ബിദഅത്തിന്റെ തലാക്കാണ്. ഒരു സ്ത്രീയെ അവരുടെ ശുദ്ധികാലത്താണ് തലാക്ക് ചെല്ലേണ്ടത്. ഏത് ശുദ്ധികാലത്ത്? ആ ശുദ്ധികാലത്ത് എന്ത് പാടില്ല? ജിമാ പാടില്ല. ലൈംഗികമായിട്ട് അവരെ പ്രാപിക്കാൻ പാടില്ല. ലൈംഗികമായി പ്രാപിക്കാത്ത ശുദ്ധികാലത്താണ് തലാക്ക്. അപ്പോൾ ലൈംഗികമായി പ്രാപിച്ച ശുദ്ധികാലത്താകുമ്പോൾ അത് തലാക്ക? അയ്യോ നാസ്, നിങ്ങൾക്ക് മനസ്സിലാണില്ല. ബിദഅത്തായ തലാക്ക് മനസ്സിലാണ്ട. ഒരു സ്ത്രീയെ തലാക്ക് ചെല്ലണമെങ്കിൽ അവരുടെ ആർത്തവം കഴിഞ്ഞ് അവർ കുളിച്ച സമയം കാത്തിരിക്കണം. എന്നിട്ട് കുളിച്ചിട്ട് പിന്നെ ആർത്തവം ഉണ്ടാകുന്ന അടുത്ത ആർത്തവം വരുന്നതിനിടയിലുള്ള കാലമാണെന്ത്? ശുദ്ധികാലം. ആ ശുദ്ധികാലത്താണ് തലാക്ക്. പക്ഷെ ആ ശുദ്ധികാലത്ത് ലൈംഗികമായി പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ തലാക്ക് പാടില്ല. ഇനി ഒരു സ്ത്രീയുടെ ശുദ്ധികാലം ലൈംഗികമായി പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ അപ്പം തലാക്ക് ഇല്ലെങ്കിൽ അതിനെന്താ പറയുക? അതാണ് ബിദഅത്തായ തലാക്ക്. നിങ്ങളിത് എങ്ങനെ പ്രാക്ടിക്കലാക്കണം അങ്ങനെ ആലോചിക്കല്ലേ. ഇത് പഠിക്കാനാണ്. പണ്ട് പോത്തിന്റെ കൊമ്പിൽ തലയിട്ടൊരു മസാല ഉണ്ടല്ലോ. ഒരുത്തം കൊണ്ടുപോയിട്ട് പോത്തിന്റെ തല ഉണ്ടല്ലോ, പോത്തിന്റെ കൊമ്പ് ഇങ്ങനെ വളഞ്ഞ കൊമ്പ് അങ്ങനെ. അപ്പം ഈ കൊണ്ടുപോയിട്ട് തലയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും പോത്ത് പനയും കൊണ്ട് ഓടി ഇവൻ്റെ തല അതിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഏതെല്ലാം ആളുകളൊക്കെ പാടെ പിന്നാലെ കൂടി പോത്തിനെ കെട്ടിയിട്ട് പിടിച്ച് ഇവരുടെ തല വലിച്ചു ഊരിയിട്ട് ചോദിച്ചു എന്നാണ്. പൊന്ന് ചങ്ങായി എമ്മാര് പണി ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കണ്ടേ, ചിന്തിക്കണ്ടേ? അപ്പം പറയും 2 കൊല്ലമായിട്ട് ഞാൻ ചിന്തിക്കേനെ അതിൻ്റെ ഉള്ളിൽ എങ്ങനെ തലയിടണമെന്ന്. ചിന്തിച്ചില്ല നിങ്ങൾ പറയരുത്. ഞാൻ 2 കൊല്ലമായിട്ട് ആലോചിക്കേനെ അതിൻ്റെ ആ വളഞ്ഞ കൊമ്പ് കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ എങ്ങനെ എൻ്റെ തല കൊള്ളുന്ന് ആലോചിച്ച് ചെയ്ത് എങ്ങനെയെന്ന് പറഞ്ഞത്.
ഇങ്ങനെ നമ്മൾ ഇത് ഇതങ്ങനത്തെ ഒരു മസാലയാണ്. അസ്തഗ്ഫിറുള്ള. നമ്മൾ ടൈമേ. ഇനി അടുത്തത് ബിദഅത്തായ തലാഖാകും. 3 തലാഖ് ഒന്നിച്ച് ചെല്ലുകയാണെങ്കിൽ അത്തലാഖു സലാഫ്, ഇത് മറത്തൻ വാഹിദത്തൻ, ഒറ്റ തവണ 3 തലാഖ് ഒന്നിച്ചില്ല. അതെന്താണ്? ബിദഅത്തായ തലാഖാണ്, ഇസ്ലാമിൽ പാടില്ലാത്ത തലാഖാണ്. ഈ തലാഖുകൾക്ക് എന്ത് പറയാ? ബിദഅത്തായ തലാഖ് എന്ന് പറയാം. തലാഖുൽ ബിദ്ഇ, തലാഖുൽ ബിദ്ഇ എന്നാ പറയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇദാ തല്ലഖ്തുമുൻ നിസ, സ്ത്രീകളെ നിങ്ങൾ തലാഖ് ചെല്ലുകയായാൽ ഫതല്ലിഖൂഹുന്ന, നിങ്ങൾ അവരെ തലാഖ് ചെല്ലണം. ലിഇദ്ദതിഹിന്ന, ലിഇദ്ദതിഹിന്ന എന്നാണ് അവർ ഇദ്ദ സ്വീകരിക്കുവാൻ ഉള്ള സമയത്ത്, സ്വീകരിക്കുവാൻ തരപ്പെട്ട സമയത്താണ് അവരെ തലാഖ് ചെല്ലേണ്ടത്. ആ സമയം ഏതാണ്? ആ സമയം ഇതാണ്, അവർ ആർത്തവമില്ലാത്ത സമയം, അവർക്ക് പ്രസവരക്തമില്ലാത്ത സമയം, അവരോട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാത്ത ശുദ്ധികാലം, അതും ഒരു തവണ. ഇതാണ് തലാഖിൻ്റെ ടൈം. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആർത്തവകാലത്ത് തലാഖില്ലെങ്കിൽ അത് ബിദഅത്തായ തലാഖാണ്. നിഫാസിൻ്റെ സമയത്ത് തലാഖില്ലെങ്കിൽ അത് ബിദഅത്തായ തലാഖാണ്. ലൈംഗികമായി പ്രാപിച്ച ശുദ്ധികാലത്ത് തലാഖ് ചൊല്ലിയാൽ അത് ബിദഅത്താണ്. പിന്നെ ഒന്നിലധികം തലാഖ് ചൊല്ലിയാൽ അത് ബിദഅത്താണ്. മനസ്സിലായി? ബിദഅത്തായ തലാഖാണ്. ഇങ്ങനെ തലാഖ് ചെല്ലുന്നതിനാണ് എന്താ പറയുക? സറാഹൻ ജമീലൻ. തലാഖ് ചെല്ലുന്ന സമയത്ത് ഒരു ഉപദ്രവം ഏൽപ്പിക്കാൻ പാടില്ല, ശാരീരികമായോ മറ്റോ ഉപദ്രവിച്ചു കൊണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ തലാഖ് ചെല്ലുമ്പോൾ ദേഷ്യത്തിൽ അരിശത്തിൽ തലാഖ് ചെല്ലാൻ പാടില്ല. അതേപോലെ തന്നെ ശകാരിച്ച് ചീത്ത വിളിച്ച് തലാഖ് ചെല്ലാൻ പാടില്ല. ഇല്ല, അതൊക്കെ ഒരുവേള സംഭവിച്ചിട്ടായിരിക്കാം ഈ തലാഖ്. പക്ഷെ തലാഖിൻ്റെ സമയം ഇതൊന്നും പാടില്ല. പിന്നെ തലാഖ് ബിദഅത്താകാൻ പാടില്ല. അങ്ങനെ തലാഖ് ചെല്ലുന്നതിനാണല്ലോ പറഞ്ഞത് സറാഹൻ ജമീലൻ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്ത് പറഞ്ഞു? സറാഹൻ ഫസർരിഹൂഹുന്ന സറാഹൻ ജമീല വേറൊരിടത്ത് പറഞ്ഞു. പിന്നെ തലാഖിൻ്റെ ആയത്തിൽ എന്താ പറഞ്ഞത്? അത്തലാഖു മറത്താൻ ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹുൻ ബി ഇഹ്സാൻ. 2 തവണയായിട്ടാണ് തലാഖ്. ഒന്നുകിൽ തലാഖ് ചെല്ലുന്നത്, പിന്നെ ഇംസാക്കും ബിമഅറൂഫിൻ, നല്ല നിലക്ക് എന്ത് ചെയ്യുക? ഭാര്യയായിട്ട് നിലനിർത്തുക. ഔ തസ്രീഹുൻ ബി ഇഹ്സാൻ, ഔ തസ്രീഹുൻ ബി ഇഹ്സാനിൻ, നല്ല നിലക്ക് എന്ത് ചെയ്യുക? അവരെ പറഞ്ഞുവിടുക. മനസ്സിലെ? അതിങ്ങനെയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞാണ്. പക്ഷേ ഇന്ന് നേരെ ആളുകൾ എല്ലാ വിഷയത്തിലും എന്ന പോലെ ദീനിൻ്റെ വിഷയങ്ങളെ ആളുകൾ പഠിച്ച് മനസ്സിലാക്കി പ്രയോഗവൽക്കരിക്കുന്നതിന് പകരം ജഹാലത്താണ് ആളുകളെ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം സുന്ദരമായ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? പിന്നെ ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഇസ്ലാം ഒരിക്കലും അപകീർത്തിപ്പെടില്ല, അത് വേറെ കാര്യം, അപകീർത്തിപ്പെടാൻ വേണ്ടിയിട്ട് തൽപര കക്ഷികൾ എന്തിനു ശ്രമിക്കുന്നത്. അല്ലാഹുൽ മുസ്തആൻ. മുത്തലാഖ് എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യ രാജ്യത്ത് എത്ര മനുഷ്യന്മാരുണ്ട്, അതിലെത്ര മുസ്ലിമീങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്ത്? മുത്തലാഖ് എന്ന് പറയുന്ന വിഷയം വളരെ വിരളം ഒരു കേസല്ലേ? നമ്മുടെ നാട്ടിൽ വളരെ വിരളം നടക്കുന്ന ഒരു വിഷയമാണ് മുത്തലാഖ്. അപ്പോൾ അതിനെതിരുള്ള ഒരു ബില്ല് വരെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതൊക്കെ പിന്നെ എത്ര പിന്നെ ഹീനമായ ചില ലക്ഷ്യങ്ങളാണ് തൽപര കക്ഷികൾക്ക്. പക്ഷെ അതിന് പല മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യുന്നു? കാരണക്കാരാവുന്നുള്ള വേറെ വിഷയം. അതെന്തുകൊണ്ട്? ജഹാലത്ത് കാരണത്താൽ. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ തലാഖ് അള്ളാഹു അനുവദിച്ചപ്പോൾ അത് അനുവദിച്ചത് ഇങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഇദ്ദേഹം ചോദിച്ച വിഷയം, ഈ അത്തലാഖുൽ ബിദ്ഇ ഒരാൾ നടത്തി, അത് സംഭവിക്കുമോ ഇല്ലേ? ഒരാൾ എന്ത് ചെയ്ത് ആർത്തവകാലത്ത് ഭാര്യയെ തലാഖ് ചൊല്ലി, തലാഖ് വീഴുമോ? അല്ലെങ്കിൽ 3-ലേറെ തലാഖ് ചൊല്ലി, അത് വീഴുമോ? അത് പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുള്ളൊരു മസലയാണ്. അത്തലാഖ് സുന്നി, അത്തലാഖുൽ ബിദ്ഇ, തലാഖുൽ ബിദ്ഇ, മനസ്സിലായോ? ഇത് ഒരാൾ ചൊല്ലിയാൽ അത് സംഭവിക്കുമോ ഇല്ലേ എന്നുള്ള വിഷയം. അതിലാണ് പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസം. ഭൂരിപക്ഷ പണ്ഡിതന്മാർ അത് സംഭവിക്കുമെന്നുള്ളതാണ്. ഒരാൾ എന്ത് ചെയ്തു? ആർത്തവകാലത്ത് ഭാര്യ തലാഖ് ചൊല്ലിയാൽ തലാഖായി, പക്ഷെ അയാൾ ചെയ്തത് തെറ്റാണ് എന്നുള്ളതാണ്. പക്ഷേ ഇബ്നുൽ ഖയ്യിം, ഷെയ്ഖുൽ ഇസ്ലാം അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതേപോലെ ഈ പൂർവ്വകാലത്തെ ഫുഖഹാക്കളിൽ ഹിശാം ഇബ്നുൽ ഹക്കം, ഇബ്നു അലിയ, പിന്നെ ഷിയാക്കൾ,
അവരൊക്കെ ഈ തലാഖുൽ ബിദഇ സംഭവിക്കൂല എന്ന പക്ഷക്കാരാണ്. തലാഖുൽ ബിദഇ സംഭവിക്കൂല, ഒരാൾ തലാഖുൽ ബിദഇ ചൊല്ലി അത് സംഭവിക്കൂല എന്നുള്ളതാണ് അവരുടെ പക്ഷം. ഇബ്നു തൈമിയ അഭിപ്രായക്കാരനാണ്, ഇബ്നുൽ ഖയ്യിം അഭിപ്രായക്കാരനാണ്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിൻ്റെ അൽ ഇർവാഉൽ ഖലീൽ എന്ന കിതാബിൽ കുറേയധികം ഈ മസല ചർച്ച ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ചർച്ച ചെയ്തിട്ടുണ്ട്. അൽബാൻ്റെ പക്ഷം എന്താ? അൽബാൻ്റെ പക്ഷം തലാഖുൽ ബിദഇ സംഭവിക്കുമെന്നാണ്. ഒരാൾ ബിദഇയായ തലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുമെന്നാണ്. പക്ഷെ അതിൽ പറഞ്ഞതിൽ ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്തു? തലാഖ് വക്കാലത്ത് കൊടുക്കാമല്ലാതെ. തലാഖ് എന്ത് ചെയ്യാം? വക്കാലത്ത് കൊടുക്കാം. ഒരാളെ ഏൽപ്പിക്കാം, വക്കീലിനെ ഏൽപ്പിക്കാം തലാഖ് ചെല്ലാൻ വേണ്ടിയിട്ട്. ഒരാളുടെ തലാഖ് എന്ത് ചെയ്യും? ഒരാളെ ഏൽപ്പിച്ചു, വക്കാലത്താകാം. ഈ വക്കീല് തലാഖ് ചെല്ലുന്ന ഒരു വിഷയം ഉണ്ടല്ലോ. അപ്പോൾ ഒരാൾ പറയാണ്, മുഹറം മാസത്തിൽ നീ എൻ്റെ ഭാര്യയെ തലാഖ് ചെല്ലണം. വക്കീലിനെ ഏൽപ്പിക്കുകയാണ് മുഹറം മാസത്തിൽ തലാഖ് ചെല്ലാൻ. വക്കീൽ എന്ത് ചെയ്തു? ഈ തലാഖ് സഫറിൽ നിർവഹിച്ചു. വക്കീൽ അത് സഫറിൽ നിർവഹിച്ചു. ആ തലാഖ് വീഴുമ്പോൾ സംഭവിക്കുക? സംഭവിക്കില്ല. കാരണം എന്താ? വക്കീലിനെ ഏൽപ്പിച്ചത് മുഹറത്തിൽ ചെല്ലാനാണ്. ഇയാൾ വക്കീൽ അങ്ങനെയല്ല ചെല്ലേണ്ടത്. വക്കീൽ സഫറിലാണ് നിർവഹിച്ചെങ്കിൽ തലാഖ് ചെല്ലൂല എന്നുള്ളതാണ്. അതേപോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തലാഖ് എല്ലാം പറഞ്ഞ എന്താണ്? അള്ളാഹു തലാഖ് ചെല്ലേണ്ട ആവശ്യമുണ്ട് എങ്കിൽ, അനിവാര്യത ഉണ്ടെങ്കിൽ തലാഖാകാം. എപ്പോഴാണ് അള്ളാഹു തലാഖ് എല്ലാം പറഞ്ഞത്? ഇതില്ലാത്ത ടൈമിൽ, നിഫാസ് ഇല്ലാത്ത ടൈമിൽ, ജിമാ സംഭവിക്കാത്ത തുഹറിൽ തലാഖ് എല്ലാം പറഞ്ഞത് അല്ലേ? ഞാൻ എന്തിനായി പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വ തആല തലാഖ് എല്ലാം പറഞ്ഞത് ആർത്തവമില്ലാത്ത ടൈമിലാണ്, നിഫാസ് ഇല്ലാത്ത ടൈമിലാണ്, ജിമാ നടക്കാത്ത തുഹറിലാണ് തലാഖ് എല്ലാം പറഞ്ഞത്. ഒരാൾ ആ സമയം തെറ്റിച്ച് തലാഖ് എല്ലിയിട്ടുണ്ട് എങ്കിൽ അപ്പോൾ അത് സംഭവിക്കുമോ? അത് സംഭവിക്കൂല എന്ന് പറഞ്ഞവർ ന്യായം പറഞ്ഞ ഇതാണ്. ഒരാൾ തൻ്റെ വക്കീലിനെ തലാഖിനെ ഏൽപ്പിച്ചു മുഹറം മാസത്തിൽ. ഉദാഹരണമാണ് മുഹറം മാസത്തെ ഒരു ടൈമിൽ തലാഖ് എല്ലാം പറഞ്ഞു. പക്ഷെ അയാൾ ആ ടൈം തെറ്റിച്ചിട്ടാണ് തലാഖ് നിർവഹിച്ചിട്ടില്ലെങ്കിൽ ആ തലാഖ് സംഭവിക്കൂല, വക്കീൽ തെറ്റിച്ചതിനാൽ. എന്ന പോലെയാണ് ഇവിടെയും ബിദഇയായ തലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കൂല എന്നാണ് ഈ പണ്ഡിതന്മാരുടെ പക്ഷം. പ്രത്യേകിച്ച് അതിൽ പിന്നെ ചില ഞാൻ പറഞ്ഞില്ലേ, ഈ ഇബ്നു അലിയയെ പോലുള്ള, ഹിഷാം ഇബ്നു അൽ ഹക്കമിനെ പോലുള്ള അവരൊക്കെ വലിയ പ്രശസ്തരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ്. ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം, അവരൊക്കെ. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി മസാല ശരിക്കും ചർച്ച ചെയ്തിട്ടുണ്ട്. കുറേ പേജുകൾ, 10-14 പേജുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം തലാഖുൽ ബിദഇ സംഭവിക്കും എന്നുള്ള അഭിപ്രായക്കാരനാണ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി. വിശുദ്ധ ഖുർആൻ നമ്മൾ ഈ സഫ്ഹുൻ ജമീൽ, സബറുൻ ജമീൽ അല്ലേ? സബറുൻ ജമീൽ ഉണ്ട്. ഫസബറുൻ ജമീൽ വല്ലാഹുൽ മുസ്തആൻ. അതേപോലെ തന്നെ സഫ്ഹുൻ ജമീൽ അല്ലേ? അതെവിടെ പറഞ്ഞ്? സഫ്ഹൽ ജമീൽ, അസഫുൽ ജമീൽ, സൂറത്തുൽ ഹിജ്റിലല്ലേ? സഫ്ഹുൽ ജമീൽ. അതേപോലെ വേറെ എന്താ പറഞ്ഞത്? സബറുൻ ജമീൽ, സഫ്ഹുൻ ജമീൽ, പിന്നൊരു ജമീൽ ഉണ്ടല്ലോ, ഹജ്റൻ ജമീല. അതെവിടെയാണ്? വഹ്ജുറുഹും ഹജ്റൻ ജമീല. വസ്ബിർ അലാ മാ യഖൂലൂന വഹ്ജുറുഹും ഹജ്റൻ ജമീല. അവിടെ വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഉണ്ട്. സബറുൻ ജമീൽ, അതേപോലെ തന്നെ സഫ്ഹുൻ ജമീൽ, ഹജ്റുൻ ജമീൽ. അതേപോലെയാണ് ഈ സറാഹുൻ ജമീൽ. ആ പ്രയോഗം ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഒരു കിതാബ് തന്നെ ഉണ്ട് ഇബ്നു തൈമിയക്ക് ഈ പേരിൽ, സബ്റുൻ ജമീൽ, സഫ്ഹുൻ ജമീൽ, ഹജ്റുൻ ജമീൽ. അവിടെ ആ ജമീൽ എന്നുള്ള വർണ്ണനയാണ്, ഈ വസ്ഫ് വന്നതാണ്, ഈ സിഫത്ത് വന്നതാണ്. അത് അറിയിക്കുന്നത് എന്താണ്? ശരിക്ക് ആക്ഷേപമില്ലാതെ, കുറ്റപ്പെടുത്തലില്ലാതെ ഒക്കെ ഉണ്ടല്ലോ, ഭംഗിയായിട്ടുള്ള ക്ഷമ. അതാണ് ഭംഗിയായുള്ള ക്ഷമ. അതൊരു അതിൻ്റെ ആശയത്തെ ദ്യോതിപ്പിക്കുന്ന അർത്ഥം ഭംഗിയായ ക്ഷമ എന്നാണ്. പക്ഷെ ഇതാണ് യാതൊരു കുറ്റപ്പെടുത്തലോ പിന്നെ അനിഷ്ടം പ്രകടിപ്പിക്കലോ വിദ്വേഷമോ ഇല്ലാതെയുള്ള പിന്നെ ക്ഷമ, അതേപോലെ തന്നെ മാപ്പ് നൽകൽ, അതുപോലെ വിട്ടു നിൽക്കൽ, അതൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം. ഈ ജമീൽ എന്ന് പറയുമ്പോൾ അതാണ് അവിടെ ഉദ്ദേശം. ഇവിടെ അതാണ് സ്ത്രീകളെ വിവാഹമോചനം ചെയ്യേണ്ടി വരികയാണ് എങ്കിൽ അത് ശരിക്ക് സറാഹുൻ ജമീലായിരിക്കണം എന്നുള്ളതാണ്. അതെന്ത് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. സരിഹുന്ന സറാഹുൻ ജമീല നമ്മൾ പറഞ്ഞു. എന്നിട്ടാണെന്ത്? മത്താവ് പിന്നെ ഇനി ഭർത്താവിന് ക്ലേശമാണ് എങ്കിൽ പിന്നെ മത്താവ് ഭരണകൂടം വഹിക്കണം എന്നുള്ളതാണ്. അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൽ ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു സ്ത്രീയെ കൊണ്ടുവരപ്പെട്ട്, യമനിൽ നിന്നുള്ള സ്ത്രീയാണ്, യമനിൽ നിന്നുള്ള യമനീയത്തുൻ ഷാബത്തുൻ, ഒരു യുവതിയായ ഒരു യമനി പെണ്ണിനെ
കൊണ്ടുവന്നപ്പോൾ ആളുകൾ പറഞ്ഞത് ബഗത്ത് എന്ന് പറഞ്ഞാൽ ജനത്ത്, ഇവൾ വ്യഭിചരിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഉമർ ആ കുട്ടിയെ ചോദ്യം ചെയ്തു. ഉമർ ചോദിച്ച് എന്താ സംഭവം? അപ്പോൾ അവർ പറഞ്ഞ് ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു, ഞാൻ ഒരു യുവതിയാണ്, കുമാരിയാണ്, ഞാൻ ഗാഠനിദ്രയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ പിന്നെ ഒരാൾ എന്നെ അതിക്രമിച്ചതാണ്. ഞാൻ വഴിപ്പെട്ടതല്ല, ഒരാൾ എന്നെ അതിക്രമിച്ചതാണ്, ബലാത്കാരത്തിന് ഞാൻ വിധേയമായതാണെന്ന് പറയാം. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ഫമത്തഅഹ വഖല്ല സബീലഹ എന്നാണ്, ഫമത്തഅഹ വഖല്ല സബീലഹ എന്നാണ്. അവർക്ക് മത്താഴ് നൽകി അവരെ വിട്ടു എന്നാണ്, ശിക്ഷിച്ചില്ല. ഷാബത്തുൻ നഊമ എന്ന് പറഞ്ഞതാണ്. ഷാബത്തുൻ നഊമ എന്ന് പറഞ്ഞത്, ഷാബ എന്ന് പറഞ്ഞാൽ യുവതി, നഊമ എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ പറയില്ല ഉറക്കപ്പിരാന്തി അറിയില്ലേ, അതാണ്. പിന്നെ അവർക്ക് മത്താഴ് നൽകി വിട്ടുപോയി എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഏതായാലും ഇവിടെ ഉമർ ഖലീഫയാണെന്നും മത്താഴ് ഉമർ നൽകിയതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അത് പിന്നെ തലാഖിനെ തുടർന്നുള്ള മത്താഴല്ല കേട്ടോ, പക്ഷെ അത് ഇവർക്ക് പിന്നെ അവർ പിന്നെ ശിഷ്ടകാലം ജീവിക്കണ്ടേ, അതിനു വേണ്ടിയിട്ട് ഉമർ അവരെ സഹായിച്ചു എന്നുള്ളത്. അവരെ ശിക്ഷിക്കുന്നതിന് പകരം ഉമർ അവരെ ജീവിക്കാൻ വേണ്ടി സഹായിച്ചു എന്നുള്ളതാണ്. ഫതആലൈന ഉമത്തിഉകുന്ന വഉസരിഹുകുന്ന സറാഹൻ ജമീല. ഉമത്തിഉ എന്നാണ്, ഉസരിഹ് എന്നാണ്. ഈ തആലൈന എന്നുള്ളതിൻ്റെ ജവാബ് ആയിട്ടാണ് ആ പ്രയോഗം. ഖലീനാക്ക് ഇനി ഇവിടെ പറയാണ് വഇൻ കുൻതുന്ന തുരിദിന അല്ലാഹ വറസൂലഹു, നിങ്ങൾ അള്ളാഹുവേയും അള്ളാഹിൻ്റെ റസൂലിനെയുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. അള്ളാഹുവെ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹു ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശം? ഇവിടെ അള്ളാഹിനെ എന്ന് പറഞ്ഞാൽ താഅത്ത് അല്ലാഹി, അള്ളാഹുവിന് വഴിപ്പെടാനുള്ള ഉദ്ദേശമാണ് എങ്കിൽ, അതേപോലെ തന്നെ റസൂലഹു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടാൻ, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ജീവിതം, അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ. പിന്നെ വദ്ദാറുൽ ആഖിറ, എന്താ ഇദ്ദാറുൽ ആഖിറ? അദ്ദാറുൽ ആഖിറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്വർഗത്തിൻ്റെ പേരാണ് അദ്ദാറുൽ ആഖിറ, സ്വർഗം അല്ലെങ്കിൽ പരലോകത്തെ സ്വർഗീയ ജീവിതം, ദാറുൽ ആഖിറ. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആരാ? ഈ തുരിദിന നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അസ്വാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, ഫ ഇന്നല്ലാഹ്, തീർച്ചയായും അള്ളാഹു അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഫസീഹ ഇന്നൻ്റെ ജവാബിൽ വന്ന ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, ഇൻ എന്നതിൻ്റെ ജവാബിലാണ് ഈ ഫ. ഇന്നല്ലാഹ്, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല അഅദ്ദ ലിൽമുഹ്സിനാതി മിൻകുന്ന അജ്റൻ അദീമ. എന്താ മുഹ്സിനാത്ത്? ഇവിടെ ഈ മിൻ എന്നുള്ളതുണ്ടല്ല, മിൻ അതിന് ബയാനിയ എന്ന് വ്യാകരണത്തിൽ പറയും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം നിങ്ങളിൽ നിന്നുള്ള മുഹ്സിനാത്ത് എന്നല്ല. നിങ്ങളിൽ നിന്നുള്ള മുഹ്സിനാത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ ഉദ്ദേശം? റസൂലുള്ളാഹിന്റെ ഭാര്യമാർ രണ്ട് തട്ടാണ്. ചിലർ മുഹ്സിനാത്ത്, ചിലർ മുസീആത്ത്, വല്ലഇയാദു ബില്ലാഹ്, മാഷാ അല്ലാഹ്. ചിലർ അവരിൽ സുഹൃതവതികളാണ്, ചിലർ മോശക്കാരാണെന്നല്ലേ വരിക, അസ്തഗ്ഫിറുല്ലാഹ്, മാഷാ അല്ലാഹ്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ മിൻ ഇല്ല, ഈ അറബി നമ്മൾ ഈ പിന്നെ തഫ്സീർ ചെയ്യുമ്പോൾ ഈ വിശുദ്ധ ഖുർആന്റെ പ്രയോഗങ്ങൾ, അറബി ഭാഷൻ്റെ അനിവാര്യത, അത് അറിയേണ്ട അനിവാര്യത, അതാണ് ഇതൊക്കെ ബോധ്യപ്പെടുത്തുന്നത്. ഇവിടെ മിൻ എന്നുള്ളത് മിൻ ബയാനിയാണ്. എന്തിനാണ് അത് പറഞ്ഞത്? അഅദ്ദലിൽ മുഹ്സനാതി മിൻകുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങളാകുന്ന മുഹ്സിനാത്തിന്, അതാണ് നിങ്ങളാകുന്ന മുഹ്സിനാത്തിന്, അതാണ് നിങ്ങളെല്ലാവരും മുഹ്സിനാത്ത്, നല്ല സ്ത്രീകൾ, സുഹൃതവതികൾ, പരോപകാരികൾ. അവിടെ മിൻകുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്നുള്ള മുഹ്സിനാത്ത് എന്നല്ല, നിങ്ങളാകുന്ന മുഹ്സിനാത്ത്. ആ നിങ്ങളാകുന്ന മുഹ്സിനാത്ത് എന്ന അർത്ഥം പറയാൻ കാരണം ഈ മിന്നാണ്. അഅദ്ദ അള്ളാഹു ഒരുക്കി, ലിൽ മുഹ്സിനാത്ത്, ആർക്ക്? സുഹൃതം ചെയ്യുന്ന, നന്മ ചെയ്യുന്ന സ്ത്രീകൾക്ക്. ആ സ്ത്രീകൾ ആരാണ്? മിൻകുന്ന, നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, നിങ്ങളാകുന്ന മുഹ്സിനാത്തിന് അള്ളാഹു ഒരുക്കിയിരിക്കുന്നു. എന്തൊരുക്കിയിരിക്കുന്നു? അജ്റൻ അദീമൻ. അജ്ർ എന്ന് പറഞ്ഞാൽ സവാബ്. അജ്റൻ അദീമൻ, എന്താ അദീം? അജ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തഫ്സീറുകളിൽ കാണാം, കബീറൻ ഫി ദാതിഹി ഹസനൻ ഫി സിഫാതിഹി ബാഖിയൻ ഫി ഔഖാതിഹി എന്നാണ്. അജ്റൻ അദീമൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളത്തിൽ പറയും മഹത്തായ പ്രതിഫലം, മഹത്തായ കൂലി.
അതതിൻ്റെ ഉദ്ദേശാർത്ഥമാണ്. പക്ഷേ അജ്റൻ അദീമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം കബീറൻ ഫി ദാത്തിഹി, ആ കൂലി അതിൻ്റെ വലിപ്പത്തിൽ അതിൻ്റെ സത്തയിൽ വലുതാണ്. ഹസനൻ ഫി സിഫാത്തിഹി, അതിൻ്റെ വിശേഷണത്തിൽ അത് സുന്ദരമാണ്. ബാക്കിയൻ ഫി ഔഖാത്തിഹി, അത് ശേഷിക്കുന്നതാണ്, നിലനിൽക്കുന്നതാണ്. കബീറൻ ഫി ദാത്തിഹി എന്താണ് അതിൻ്റെ പ്രയോഗം. ഹസനൻ ഫി സിഫാത്തിഹി ബാക്കിയൻ ഫി ഔഖാത്തിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച കൂലി, അജ്ർ, അത് കൂലി അത് അദീമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതതിൻ്റെ ദാത്തിൽ കബീറാണ്, വലുതാണ്, വലിയ കൂലിയാണ്. അതിൻ്റെ സിഫാത്തിൽ, വിശേഷണത്തിൽ അത് ഹസനൻ, വളരെ സുന്ദരമാണ്. പിന്നെ ബാക്കിയൻ ഫി ഔഖാത്തിഹി, അത് താൽക്കാലികമായിട്ട് നുണഞ്ഞെറിയാനുള്ളതല്ല, അല്ലെങ്കിൽ ആസ്വദിച്ച് മങ്ങുന്നതല്ല. പിന്നെ ബാക്കിയൻ ഫി ഔഖാത്തിഹി, അത് കാലക്രമത്തിൽ, കാലാന്തരത്തിൽ അത് നിലനിൽക്കുന്നതും ശേഷിക്കുന്നതുമാണ്. അങ്ങനെയുള്ള കൂലിയാകുമ്പോഴാണ് അത് അജ്റൻ അദീമനാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഇന്ന അല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അദീമൻ എന്ന് ഇവർക്ക് വാക്ക് നൽകുകയാണ്, കരാർ നൽകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ട് നൽകിയ ഈ കരാറിൽ ഉണ്ടല്ലോ, അവരതിൽ ഉറച്ചു നിന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഉറപ്പിൽ, വാഗ്ദാനത്തിൽ അവരെന്ത് ചെയ്തു? അവർ പടച്ചവൻ റബ്ബിലേക്ക് തിരിച്ചുപോയി, അള്ളാഹുവിലേക്ക് തിരിച്ചുപോയി. ഞാൻ പറഞ്ഞില്ല ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഈ ആയത്തിന് അഹദ് എന്നാണ് പറഞ്ഞിരുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇതിന് അൽ അഹദ്, ഇതൊരു കരാറാണ്, അഹദ്. അതുകൊണ്ട് തന്നെ സൂറത്ത് അഹ്സാബ് സുബഹി നിസ്കാരത്തിൽ ഉമർ ഓതും, ഈ ആയത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഉറക്കനെ ഓതുമെന്നാണ്. അതുവരെ ഒരു പതുക്കെ ഓതും, പക്ഷേ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഉറക്കനെ ഓതും. അപ്പോൾ ഉമറിനോട് ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഇത് ഉറക്കനെ ഓതുന്നത്? അപ്പോൾ പറയുന്നത്, ഇത് ഭാര്യമാർക്കുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാർക്ക് അള്ളാഹിൻ്റെ ഉറപ്പും കരാറുമാണ്, അത് ഞാൻ അവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉറക്കനെ ഓതുന്നത് എന്ന് ഉമർ പ്രതികരിക്കുമായിരുന്നു എന്നാണ്. ഫൈൻ അല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അദീമ. ഇനി നോക്കി നിങ്ങൾ, ഇവിടെ അള്ളാഹുവിൻ്റെ ഒരു പ്രയോഗം, നമുക്കിതിൻ്റെ അർത്ഥം പറയാം, എന്നിട്ട് പിന്നെ വിശദീകരണം പിന്നെ അടുത്ത ക്ലാസ്സിലാക്കാം. ഇവിടെ യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിക്കുകയാണ്. എന്തിന്? ഭാര്യമാരോട് പറയാൻ. എന്നിട്ട് എന്താ പറയേണ്ടത് പറഞ്ഞു കൊടുത്ത്. അപ്പോൾ ഭാര്യമാരൊക്കെ എന്ത് ചെയ്തു? എന്താ ചെയ്തത്? അവരെ തിരഞ്ഞെടുത്തു. ആരെ തിരഞ്ഞെടുത്തു? അള്ളാഹിനെ തിരഞ്ഞെടുത്തു, റസൂലിനെ തിരഞ്ഞെടുത്തു, ദാറുൽ ആഖിറത്തെ തിരഞ്ഞെടുത്തു. അല്ല, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ തിരഞ്ഞെടുത്തു. ഈ തിരഞ്ഞെടുപ്പിൽ പ്രഥമ സ്ഥാനം അള്ളാഹ്ക്കാണ്, അല്ലേ? അതോടുകൂടി ഈ ഭാര്യമാരുടെ മക്കാം എന്തായി? അത് ഉയർന്നു. നമ്മൾ എപ്പോഴും ഇതിൻ്റെ കാഴ്ചപ്പാടാണ്, അള്ളാഹിനെ വേണ്ടവർക്കേ അള്ളാഹ്ക്ക് വേണ്ടൂ, അള്ളാഹിനെ വേണ്ടവർക്കേ അള്ളാഹ്ക്ക് വേണ്ടൂ, അള്ളാഹിനെ വേണ്ടാത്തവർക്ക് അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹിനെ വേണം എന്ന് മനസ്സിൽ വെക്കുന്നവർ ഉണ്ടല്ലോ, ഒരിക്കലും അള്ളാഹുവിന് തെറ്റിപ്പോവില്ല. അവർ അള്ളാഹിൻ്റെ പരിഗണനയിൽ, അള്ളാഹിൻ്റെ പിടുത്തത്തിൽ, അള്ളാഹിൻ്റെ നിയന്ത്രണത്തിൽ, അള്ളാഹിൻ്റെ കാവലിൽ, സംരക്ഷണത്തിൽ അവരുണ്ടാകും. എന്നാൽ എപ്പോഴാണോ മനുഷ്യൻ്റെ മനസ്സ് അള്ളാഹുവിൽ നിന്ന് തെറ്റുന്നത്, അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകുന്നത്, അപ്പോൾ അവരെ അള്ളാഹ്ക്ക് വേണ്ട. ഇവിടെ നോക്കി നിങ്ങൾ, അള്ളാഹിനെ വേണം എന്ന് തീരുമാനിച്ചവർക്ക് അള്ളാഹ്ക്ക് വേണം. അതുകൊണ്ടാണ് എന്താ വിളിച്ച അള്ളാഹു? യാ നിസാ അന്നബി, അള്ളാഹ് നേരിട്ട് വിളിക്കുകയാണ്. യാ നിസാ അന്നബി, നബിയുടെ ഭാര്യമാരെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരെ വിളിക്കുകയാണ്. അവർ അള്ളാഹിനെ തിരഞ്ഞെടുത്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നേരിട്ട് അവരെ ഏറ്റെടുത്ത് അവരെ വിളിക്കുകയാണ്. യാ നിസാ അന്നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, മൻ യഅതി മിൻകുന്ന ബിഫാഹിശത്തിൻ മുബയ്യിന യുദാഅഫ് ലഹൽ അദാബു ദിഅഫൈൻ വകാന ദാലിക അലല്ലാഹി യസീറ. മൻ യഅതി മിൻകുൻ, നിങ്ങളിൽ ആരാണോ എത്തിക്കുന്നത്, എന്തെത്തിക്കുന്നത്? ബിഫാഹിശത്തിൻ മുബയ്യിനത്തിൻ, വ്യക്തമായ ഫാഹിഷത്ത്, തെറ്റ് ആരാണോ ചെയ്യുന്നത് എന്നർത്ഥത്തിൽ. യുദാഅഫ് ലഹൽ അദാബു ദിഅഫൈൻ, എന്താ? യുദാഅഫ് ലഹ, അവർക്ക് ഇരട്ടിപ്പിക്കപ്പെടും. എന്ത്? അൽ അദാബ്, ശിക്ഷ. ദിഅഫൈൻ, ഇരട്ടി ശിക്ഷ നൽകപ്പെടും എന്നർത്ഥത്തിൽ. നമുക്കത് പറയാം, കുറേ ചില വിഷയങ്ങളുണ്ട്. വകാന ദാലിക അലല്ലാഹി യസീറ, വകാന ദാലിക, അത് അലല്ലാഹ്, അള്ളാഹിൻ്റെ മേൽ, യസീറൻ, എളുപ്പത്തിൽ സാധ്യമായ വിഷയമാണ്.
അള്ളാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ ശിക്ഷിക്കുന്ന വിഷയമല്ലേ. ഈ ഭാര്യമാരെന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹിനോട് ഏറ്റവും അടുത്ത ഹബീബിൻ്റെ ഭാര്യമാരല്ലേ. പിന്നെ അള്ളാഹുവിനെ തിരഞ്ഞെടുത്ത ആളുകളാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ അള്ളാഹിനെ തിരഞ്ഞെടുത്തവർ, അവരിൽ നിന്നാണ് തെറ്റ് വരുന്നതെങ്കിലും അള്ളാഹിൻ്റെ ശിക്ഷ അവർക്ക് നേരെ വരും എന്നുള്ളതാണ്. അത് ഇച്ചിരി വിഷയങ്ങൾ നമുക്ക് പറയാണ്ട്. ഈ മയ്യത്തി മിൻകുന്ന ബിഫാഹിഷത്തിൻ ഉണ്ടല്ലോ, ഇതൊരു ഷർത്താണ്. നിങ്ങൾ ആരിൽ ഒരു തിന്മ വന്നാൽ അത് സംഭവിക്കൂല എന്നുള്ളതിന് തെളിവാണ് ആ പ്രയോഗം. ലൈൻ അഷ്റക്ത ലയഹ്ബതന്ന അമലു എന്നല്ലേ, താങ്കൾ ശിർക്ക് ചെയ്താൽ താങ്കളുടെ അമലുകൾ പൊളിഞ്ഞു എന്നല്ലേ. ആ ഷർത്ത് ഉണ്ടല്ലോ, താങ്കൾ ശിർക്ക് ചെയ്താൽ വരൂല എന്നുള്ളതിൻ്റെ പ്രയോഗമാണത്. ഏതായാലും ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടുള്ള മസാല നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ചില പ്രയോഗങ്ങൾ ഇവിടെ പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാനുണ്ട് ബിഇദ്നില്ലാഹ്.